ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പലരും ഗ്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ, എസ്പെഷ്യലി ഗേൾസ്. അപ്പോൾ ഇന്ന് നമുക്ക് എസ്തറ്റിക് ആയിട്ടുള്ളൊരു ബുക്ക് മാർക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്താലോ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ തുടങ്ങാമല്ലേ? നമ്മളെപ്പോഴും വേസ്റ്റ് ചെയ്ത് കളയുന്ന സാധനമാണ് പ്രൈസ് ടാഗ്. ഡ്രസ്സും ബാഗും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഈ പ്രൈസ് ടാഗ് ഇനി ആരും വേസ്റ്റ് ചെയ്ത് കളയണ്ട. അത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള ബുക്ക് മാർക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും വൈറ്റ് കളർ തന്നെ ആദ്യം അടിച്ചു കൊടുക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഇല്ല, തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ബ്ലൂ തന്നെ അടിച്ചു കൊടുത്തത്. വൈറ്റ് കളർ ആദ്യം കൊടുക്കാൻ പറയുന്നത് അതിലെഴുതിയേക്കുന്ന എഴുത്തും കാര്യങ്ങളൊന്നും എടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും വൈറ്റ് കളർ തന്നെ ആദ്യം കൊടുക്കാൻ നോക്കുക. ഇനി ഏത് കളർ ആദ്യം കൊടുത്താലും ആദ്യം കൊടുക്കുന്നത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ ഞാൻ കൊടുത്ത ബ്ലൂ കളർ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൽ ഡിസൈൻ ചെയ്യുക കേട്ടോ. ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ലീഫും കാര്യങ്ങളും വരച്ചു കൊടുക്കുകയാണ്. ഇനി വരയ്ക്കാൻ അറിയില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റും. വരയ്ക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. ഞാനും ഒരിക്കലും എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ച ഒരാളല്ല. കൊറോണ ടൈമിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ പോർട്രേറ്റ് ഡ്രോയിങ്സ് ഒക്കെ കണ്ടുവച്ചിട്ട് ഇൻസ്പയർ ചെയ്ത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. എനിക്കപ്പോൾ വലിയ കുഴപ്പം തോന്നില്ല. അതിങ്ങനെ ട്രൈ ചെയ്ത് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അത്ര അടിപൊളിയൊന്നും ആയിട്ടില്ലെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടില്ല ഞാൻ വരയ്ക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ബുക്ക് മാർക്കിൽ സംഭവം ചെയ്തിരിക്കുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആട്ടോ, വലിയ പണിയുള്ളതൊന്നുമല്ല. ജസ്റ്റ് ലീഫ് വരച്ചു കൊടുക്കുക, അതിൻ്റെ ഒരു മൂണ് കുഞ്ഞ് സ്റ്റാർ, അത്രയൊക്കെ ഉള്ളൂ. വലിയ പണിയുള്ളതൊന്നുമല്ല. കുഞ്ഞു കുഞ്ഞു ഡിസൈനും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് പെന്നാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് വെച്ചിട്ട് മൂണും കുഞ്ഞു കുഞ്ഞു സ്റ്റാറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂ തീം ആയതുകൊണ്ട് ഞാൻ ബ്ലൂ കളറിലെ റിബണ് കെട്ടി കൊടുക്കുന്നുണ്ട്. പ്രൈസ് ടാഗിൽ ഓൾറെഡി ഹോൾ ഉണ്ടായതുകൊണ്ട് ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ടി വന്നില്ല. അതിലൂടെ റിബണ് കയറ്റി ജസ്റ്റ് നമ്മൾ ഗേൾസ് ഡ്രസ്സിൻ്റെ വള്ളി കെട്ടും പോലെ കെട്ടിക്കൊടുത്തു. എനിക്കത് അത്ര സുഖമായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് അയച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം വീഡിയോയിൽ കാണുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിബണ് കെട്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് നമുക്കത് ബുക്ക് മാർക്ക് സെറ്റായിട്ടുണ്ട്. ഒരു രസത്തിന് എൻ്റെ കയ്യിൽ റിബൺ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്താണ്. ഇനി റിബൺ വേണമെന്നുള്ളവരാണെങ്കിലും ഇതിന് 10 രൂപയോ 20 രൂപ അത്രയൊക്കെ ഉള്ളൂ. ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനം ഒരുപാട് വിലയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്ക് സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ പ്രൈസ് ടാഗാണെന്ന്? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ.